ഹായ് എവരിവൺ. ഇപ്പൊ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എക്സാമിനേഷൻ ഓഫ് യൂറിൻ ആണ്. അപ്പൊ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ എക്സാമിനേഷൻ ഓഫ് യൂറിൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് യൂറിനറി ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസീസുകൾ ഉണ്ടോ, അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്തുകൊണ്ടാണ് വന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസീസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇപ്പൊ കിഡ്നിയുടെ ഫംഗ്ഷൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ടാണെങ്കിലോ, അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിന്റെ ഒക്കെ ഫംഗ്ഷൻസ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ യൂറിൻ എക്സാമിനേഷൻ ആണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോ യൂറിൻ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് മൂന്ന് ടൈപ്പിലാണ് നമ്മൾ എക്സാമിനേഷൻസ് ചെയ്യുന്നത്. ഒന്ന് ഫിസിക്കൽ എക്സാമിനേഷൻ, രണ്ടാമത്തത് കെമിക്കൽ എക്സാമിനേഷൻ, മൂന്നാമത്തത് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ നമ്മൾ യൂറിൻ കളക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസസ് എങ്ങനെയാണെന്നാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. ഫിസിക്കൽ, അതിന്റെ അപ്പിയറൻസ്, ടർബിഡിറ്റി, കളറ്, അതിന്റെ ഓർഡർ എങ്ങനെയാണ്, സ്മെൽ, പിന്നെ അതുപോലെ തന്നെ അതിന്റെ വോളിയം എങ്ങനെയാണ്, ഇതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷനകത്ത് മെയിൻ ആയിട്ട് നോക്കുന്നത്. രണ്ടാമത്തെന്ന് പറയുമ്പോൾ കെമിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ. കെമിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ എന്ന് പറയുമ്പോൾ യൂറിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള പ്രോട്ടീൻസിന്റെ എമൗണ്ട്, ഷുഗറിന്റെ എമൗണ്ട്, ഇങ്ങനെ എന്തെങ്കിലും കീറ്റോൺ ബോഡീസുകൾ ഉണ്ടോ, അങ്ങനത്തെ കെമിക്കൽ കോമ്പൗണ്ട്സിന്റെ എമൗണ്ട് നോക്കുന്നതാണ് കെമിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേന്ന് പറയുമ്പോൾ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ യൂറിനകത്ത് എന്തെങ്കിലും ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ഉണ്ട്, ഇനി അത് കാരണം കൊണ്ടാണോ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായേക്കുന്നത്, ഇനി കിഡ്നിക്കകത്ത് എന്തെങ്കിലും ക്രിസ്റ്റൽസോ കാസ്റ്റോ പ്രസന്റ് ആയിട്ടുണ്ടോ. അപ്പൊ നമുക്ക് പെയിൻ ഭയങ്കരമായിട്ട് കിഡ്നിയിലൊക്കെ പെയിൻ വരികയാണെങ്കിലൊക്കെ നമ്മൾ യൂറിൻ കളക്ട് ചെയ്തിട്ട് മൈക്രോസ്കോപ്പിക്കാണ് ചെയ്ത് നോക്കുക. അപ്പൊ അങ്ങനെയാണ് മൂന്ന് ടൈപ്പിലാണ് യൂറിൻ എക്സാമിനേഷൻസ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ ആണ്. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ഫിസിക്കൽ എക്സാമിനേഷനിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂറിന്റെ അപ്പിയറൻസ്. സാധാരണ നമ്മൾ യൂറിൻ എടുക്കുന്ന സമയത്ത് അത് ക്ലിയർ ആയിട്ടായിരിക്കും കാണുക. ഇനി ഈ സ്ലൈഡിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂറിന്റെ അപ്പിയറൻസ്, അത് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് യൂറിൻ അപ്പിയറൻസ് വരാനുള്ള കാരണങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ സ്ലൈഡിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നോർമൽ ആയിട്ടുള്ള യൂറിൻസ് എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കും, അതിനകത്ത് വേറെ പ്രിസിപിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇനി യൂറിൻ കാണുന്നത് വൈറ്റ് ക്ലൗഡി കളറിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ യൂറിന്റെ പി എച്ച് എന്ന് പറയുന്നത് ആൽക്കലൈൻ പി എച്ച് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, അതിനകത്തോട്ടേക്ക് ഒരു ഡ്രോപ്പ് ഡയലൂട്ടഡ് ആയിട്ടുള്ള അസറ്റിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അസറ്റിക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ആ യൂറിന്റെ വൈറ്റ് ക്ലൗഡി അപ്പിയറൻസസ് നഷ്ടപ്പെടുവാണെങ്കിൽ, ഡിസപ്പിയർ ആയി പോകുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് ദ വൈറ്റ് ക്ലൗഡ് ആൻഡ് ക്ലൗഡ്നെസ് ഇസ് ഡ്യൂ ടു അമോർഫസ് ഫോസ്ഫേറ്റ്. അമോർഫസ് ഫോസ്ഫേറ്റിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് യൂറിനകത്ത് വൈറ്റ് അല്ലെങ്കിൽ ക്ലൗഡി കളറ് അപ്പിയർ ആവാനായിട്ടുള്ള കാരണം. ഇനി രണ്ടാമത്തെ കണ്ടീഷനാണ് പിങ്ക് അല്ലെങ്കിൽ ക്ലൗഡി ഫോമിനകത്ത് യൂറിൻ കാണാം. ആ സമയത്ത് യൂറിന്റെ പി എച്ച് എന്ന് പറയുന്നത് അസിഡിക് പി എച്ചിലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് യൂറിൻ എടുത്തിട്ട് അത് വാം ചെയ്ത് നോക്കുക. വാം ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ പിങ്ക് അല്ലെങ്കിൽ ക്ലൗഡി കളറ് ഡിസപ്പിയർ ആയി പോകുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസോൾവ് ആയി പോകുകയാണ് എന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അമോർഫസ് യൂറേറ്റ്. അമോർഫസ് യൂറേറ്റ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് പ്രസന്റ് ആയത് കൊണ്ടാണ് യൂറിൻ പിങ്ക് അല്ലെങ്കിൽ ക്ലൗഡി കളറിനകത്ത് കാണാനായിട്ടുള്ള കാരണം. അങ്ങനെ ടെർബിഡിറ്റി ഉണ്ടാവാം. ഇപ്പൊ ടെർബിഡിറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് ടെർബിഡിറ്റി അല്ലെങ്കിൽ കുറച്ച് അധികം ടെർബിഡിറ്റി ഉണ്ടായിരുന്നു, അങ്ങനെ അതാണ് വേരിയിങ് ഗ്രേഡ്സ് ഓഫ് ടെർബിഡിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ആണ് യൂറിൻ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് യൂറിൻ എടുത്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുക. മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് പസ് സെൽസിന്റെ പ്രസൻസ് കാണാൻ പറ്റും. അപ്പൊ ആ പസ് സെൽസ് കാരണം കൊണ്ടാണ് യൂറിൻ ആ ടോർബിഡ് ആയിട്ട് കാണാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി യൂണിഫോം ക്ലൗഡ്നെസ്, അതായത് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഒരു ട്യൂബിനകത്തോട്ടേക്ക് യൂറിൻ മാറ്റുന്ന സമയത്ത് ആ യൂറിൻ ആ ട്യൂബ് മൊത്തം ഒരു വൈറ്റ് കളറിനകത്താണ്, ഒരു ടേർബിഡ് ആയിട്ട് ക്ലൗഡ് ആയിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ആദ്യം നമ്മൾ അതിനെ സെൻട്രിഫ്യൂജ് ചെയ്ത് നോക്കാം. സെൻട്രിഫ്യൂജ് ചെയ്യുന്ന സമയത്ത് ഈ ക്ലൗഡ്നെസ് ഡെപ്പോസിറ്റ് ആകുന്നില്ല, യൂണിഫോമിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, ആദ്യം മൈക്രോസ്കോപ്പി നോക്കുക. അതുപോലെ തന്നെ നൈട്രേറ്റ് ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കാം. നൈട്രേറ്റ് ടെസ്റ്റ് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയ ഉള്ളത് കൊണ്ടാണ് അപ്പൊ അവിടെ യൂറിൻ എന്ന് പറയുന്നത് ക്ലൗഡി ആയിട്ട് കാണാനുള്ള കാരണം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വോളിയം.
വോളിയം എന്ന് പറയുമ്പോൾ നോർമലി ഒരു അഡൾട്ട് 24 ഹവറിനുള്ളിൽ എക്സ്ക്രീറ്റ് ചെയ്യേണ്ട യൂറിന്റെ വോളിയം എന്ന് പറയുന്നത് 600 to 2000 ml ആണ്. അപ്പോൾ ഏകദേശം നമ്മളൊരു വൺ ഡേ ുള്ളിൽ നമ്മളൊരു 600 to 2000 ml യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്തിട്ടുണ്ടാകണം. അതാണ് ഒരു നോർമൽ യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി ഇനി ഈ ഒരു റേഞ്ചിൽ, ഈ ഒരു നോർമൽ റേഞ്ചിനകത്ത് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷൻസുകളാണ് പോളിയൂറിയ, ഒലിഗ്യൂറിയ ആൻഡ് അനൂറിയ എന്ന് പറയുന്നത്. പോളിയൂറിയ എന്ന് പറയുമ്പോൾ മോർ ദാൻ 200 ml/day യൂറിൻ എക്സ്ക്രീഷൻ ഉണ്ടാവാം. അതായത് യൂറിൻ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാകുന്ന കണ്ടീഷനാണ് പോളിയൂറിയ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും അത് ഡയബറ്റിക് മെലിറ്റസ് കണ്ടീഷനിലും ഡയബറ്റിക് ഇൻസിപിഡസ്, ക്രോണിക് റീനൽ ഫെയിലിയർ ആൻഡ് ഡയൂററ്റിക് തെറാപ്പീസ് ഒക്കെ എടുക്കുന്ന പേഷ്യൻസിനകത്തൊക്കെ ആയിരിക്കും പോളിയൂറിയ എന്ന് പറയുന്ന കണ്ടീഷൻ മെയിൻ ആയിട്ടും കാണാം. ഇനി നെക്സ്റ്റ് ഒരു ടേം ആണ് ഒലിഗ്യൂറിയ എന്ന് പറയുന്നത്. ഒലിഗ്യൂറിയ എന്ന് പറയുമ്പോൾ യൂറിൻ എക്സ്ക്രീഷൻ ഇസ് ലെസ് ദാൻ 400 ml/day. സാധാരണ നമ്മൾ 600 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എത്രയാണ്? 400 ml-നേക്കാളും കുറവ് യൂറിൻ എക്സ്ക്രീഷൻ വരുമ്പോഴാണ് അവർ നമ്മളെ ഒലിഗ്യൂറിയ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും ഫെബ്രൈൽ സ്റ്റേറ്റ്, നമുക്ക് പനിയൊക്കെ വരുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ കാണാം. അക്യൂട്ട് ഗ്ലോമറുലർ നെഫ്രൈറ്റിസിന്റെ കേസസിൽ കാണാം. കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയറിനകത്ത് കാണാം. ഡീഹൈഡ്രേഷൻ വരുമ്പോഴൊക്കെ യൂറിന്റെ ഔട്ട്പുട്ട് കുറഞ്ഞ് 400 ml-നേക്കാളും താഴെ വരാം. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഒലിഗ്യൂറിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അനൂറിയ. അനൂറിയ എന്ന് പറയുമ്പോൾ യൂറിൻ ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ 100 ml/day. ഇവിടെ 400 ml ആയിരുന്നു, അതിനേക്കാളും കുറവാണ്. ഇവിടെ ലെസ് ദാൻ 100 ml/day മാത്രമാണ് യൂറിൻ ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ എന്തുണ്ടായിരിക്കണം? അവിടെ ഒരു അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസോ അല്ലെങ്കിൽ അക്യൂട്ട് ആയിട്ടുള്ള ഗ്ലോമറുലാർ നെഫ്രൈറ്റിസോ അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞു പോവാം. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഇത്രയും കുറഞ്ഞ എമൗണ്ട്, ഒരു ലെസ് ദാൻ 100 ml/day എന്നുള്ള വോളിയത്തിലൊക്കെ യൂറിൻ എക്സ്ക്രീറ്റ് ആയി പോകുന്നത്. ഇത്രയാണ് വോളിയമായിട്ട് റിലേറ്റ് ചെയ്ത. വോളിയത്തിന്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 600 to 200 ml/day ആയിരിക്കണം. അത് കൂടുന്ന കണ്ടീഷനാണ്, അതായത് യൂറിൻ എക്സ്ക്രീഷൻ കൂടുന്ന കണ്ടീഷനാണ് പോളിയൂറിയ എന്ന് പറയുന്നത്. അവിടെ വരുമ്പോൾ 200 ml/day-നേക്കാളും കൂടുതലായിരിക്കും. പിന്നെ ഒലിഗ്യൂറിയ എന്ന് പറയുമ്പോൾ യൂറിൻ എക്സ്ക്രീഷൻ കുറയാം, 400 ml/day-നേക്കാളും കുറയാം. അനൂറിയ എന്ന് പറയുമ്പോൾ ഒരുപാട് കുറഞ്ഞു പോവാം, 100 ml പോലും ഒരു ദിവസം എക്സ്ക്രീഷൻ വരാത്ത സിറ്റുവേഷൻ ആണ് അനൂറിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കളർ. കളർ എന്ന് പറയുമ്പോൾ നോർമലി യൂറിന്റെ കളർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് യെല്ലോ കളർ ആയിട്ടാണ് കാണാം. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും വേരിയേഷൻസ് വരിക, അപ്പൊ ആ ലൈറ്റ് യെല്ലോ കളർ എന്ന് പറയുന്നതിൽ നിന്നും എന്തെങ്കിലും വേരിയേഷൻസ് വരുമ്പോൾ ദാറ്റ് മേ ബി ഡ്യൂ ടു എനി ഡിസീസ് കണ്ടീഷൻ. ഏതെങ്കിലും ഡിസീസ് കണ്ടീഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും യൂറിൻ അങ്ങനെ കളർ ചേഞ്ചസ് വരാം. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ന് പറയുന്നത് കളർലെസ്. യൂറിൻ കളർലെസ് ആയി പോവാം, ആ ലൈറ്റ് യെല്ലോ കളർ പോലും ഇല്ലാതെ വരാം. അത് വരുന്നത് ഡയലൂട്ടഡ് ആയിട്ടുള്ള യൂറിൻ വരുമ്പോഴായിരിക്കും. ഡയബറ്റിക് മെലൈറ്റസ്, ഡയബറ്റിക് ഇൻസിപിഡസ് എന്ന് പറഞ്ഞ കണ്ടീഷൻസിലൊക്കെ യൂറിൻ ഒരുപാട് ഡൈല്യൂട്ടായി പോകുമ്പോൾ യൂറിൻ കളർലെസ് ആയിട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ റെഡ് കളർ. റെഡ് കളർ എന്ന് പറയുമ്പോൾ ഹെമറ്റൂറിയ അല്ലെങ്കിൽ ഹീമോഗ്ലോബിനൂറിയ, പോർഫൈറിയ, മയോഗ്ലോബിനൂറിയ ഈ കണ്ടീഷനൊക്കെ വരുമ്പോൾ യൂറിന്റെ കളർ റെഡ് കളർ ആവും. ഈ ഹെമറ്റൂറിയ എന്ന് പറയുമ്പോൾ യൂറിനകത്ത് ബ്ലഡ് കാണുന്ന കണ്ടീഷനാണ് ഹെമറ്റൂറിയ. ഹീമോഗ്ലോബിനൂറിയ എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ, അതായത് ഈ റെഡ് സെൽസ് ബ്രേക്ക് ആയി ഹീമോഗ്ലോബിൻ യൂറിനകത്ത് വരാൻ തുടങ്ങുന്നതാണ് ഹീമോഗ്ലോബിനൂറിയ എന്ന് പറയുന്നത്. അതുപോലെ ഹീമോഗ്ലോബിൻ ഒക്കെ ബ്രേക്ക് ഡൗൺ ആയി അതിന്റെ ബ്രേക്ക് ഡൗൺ പ്രൊഡക്ട്സുകളാണ് പോർഫൈറിയ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ യൂറിനകത്ത് അപ്പിയർ ചെയ്യാൻ തുടങ്ങുമ്പോഴും യൂറിൻ റെഡ് കളർ ആയിട്ടായിരിക്കും കാണാം. ഇനി ബ്രൗൺ ടു ബ്ലാക്ക് കളർ. അൽകാപ്റ്റനൂറിയ അല്ലെങ്കിൽ മെലനോമ എന്ന് പറയുന്ന കണ്ടീഷൻസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സൈനാണ് യൂറിൻ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ കളറായിട്ട് പോകുന്നത്. അപ്പൊ അൽകാപ്റ്റനൂറിയ അല്ലെങ്കിൽ മെലനോമ എന്നൊക്കെ പറയുമ്പം അവിടെ യൂറിന്റെ pH ഒരുപാട് എന്താ പറയുക അസിഡിക് pH ഒക്കെ ആയിട്ട് പോകുന്ന സമയത്താണ് ഇങ്ങനെ ബ്രൗൺ കളർ ടു ബ്ലാക്ക് കളർ ഒക്കെ ആയിട്ട് യൂറിൻ കാണുന്നത്. ഇനി ബ്രൗൺ കളർ മാത്രമായിട്ടാണ് യൂറിൻ കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് ഹീമോഗ്ലോബിനൂറിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ കൊണ്ടാണ്. അതായത് RBC ബ്രേക്ക് ഡൗൺ ആയി RBCക്കകത്തുള്ള ഹീമോഗ്ലോബിൻ യൂറിനകത്ത് വന്ന് ഒരുപാട് നേരം കഴിയുമ്പോഴത്തേനും
യൂറിന്റെ കളറ് ബ്രൗൺ കളർ ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ ബ്രൗൺ കളറായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ എന്തെങ്കിലും ഇന്റേണൽ ഹിമോലൈസിസ് ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി യെല്ലോ കളർ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേറ്റഡ് യൂറിനകത്ത് വരുന്നതാണ് യെല്ലോ കളർ എന്ന് പറയുന്നത്. കോൺസെൻട്രേറ്റഡ് യൂറിൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഏർലി മോർണിംഗ് യൂറിൻ സാമ്പിൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് യെല്ലോ കളറിലായിരിക്കും. അത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ ആണ്. അത് ഒരു നോർമൽ കണ്ടീഷൻ ആണ്. പക്ഷേ അതല്ലാതെ വേറെ ഏതെങ്കിലും ടൈമുകളിൽ യെല്ലോ കളർ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് കോൺസെൻട്രേറ്റഡ്, നമ്മുടെ വാട്ടർ ഇൻടേക്ക് ഒക്കെ കുറഞ്ഞു കഴിയുമ്പോഴായിരിക്കും അങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ വരിക. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ട്, പ്രോപ്പർ ആയിട്ട് വാട്ടർ ഇൻടേക്ക് ഇല്ല എന്നൊക്കെ വരുമ്പോഴും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ വരാം. ഇനി യെല്ലോ ഗ്രീൻ അല്ലെങ്കിൽ ഗ്രീൻ കളറിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ബിലിവേർഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള സബ്സ്റ്റൻസ് പ്രസന്റ് ആയതുകൊണ്ടായിരിക്കാം യെല്ലോ ഓർ യെല്ലോ ഗ്രീൻ കളറിലൊക്കെ കാണുന്നത്. ഡീപ്പ് യെല്ലോ വിത്ത് യെല്ലോ ഫോംസ്, യെല്ലോ കളർ മാത്രമല്ല യെല്ലോ ഫോംസ്, പത ഒരു യെല്ലോ പത പോലെ യൂറിന്റെ ഏറ്റവും ടോപ്പിനകത്ത് കാണുകയാണെങ്കിൽ ബിലിറൂബിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോഴും നമുക്ക് മനസ്സിലാക്കുന്ന എന്താ, RBCയുടെ ഡിസ്ട്രക്ഷന് ഒരുപാട് നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് നമ്മുടെ ഹീമോഗ്ലോബിൻ റപ്ചറായി RBC റപ്ചർ ആയിട്ടൊക്കെയാണ് ബിലിറൂബിൻ വരുന്നത്. അതുപോലെ ജോണ്ടിസ് ഒക്കെ വരുന്ന കണ്ടീഷൻ, മഞ്ഞപ്പിത്തൊക്കെ വരുമ്പോൾ ഈ ഡീപ്പ് യെല്ലോ കളറിനകത്തൊക്കെ യൂറിൻ കാണാനായിട്ട് പറ്റും. ഈ ഓറഞ്ച് അല്ലെങ്കിൽ ഓറഞ്ച് ബ്രൗൺ കളറിലൊക്കെ യൂറിൻ കാണാം. അത് യൂറോബിലിനോജന്റെയോ അല്ലെങ്കിൽ പോർഫോബിലിനോജന്റെ ഒക്കെ പ്രസൻസിലാണ് ഓറഞ്ച് അല്ലെങ്കിൽ ഓറഞ്ച് ബ്രൗൺ കളറിൽ യൂറിൻ കാണുന്നത്. ഇനി ഇതൊരു കണ്ടീഷനാണ് മിൽക്കി വൈറ്റ് എന്ന് പറയുന്നത്. അത് കൈലൂറിയ എന്ന് പറയുന്ന കണ്ടീഷനിലാണ് അങ്ങനെ മിൽക്കി വൈറ്റ് കളറിനകത്ത്, അത് കഞ്ഞിവെള്ളത്തിന്റെ ഒക്കെ ഒരു അപ്പിയറൻസിനകത്ത് യൂറിൻ കാണുന്നത്. ഇനി റെഡ് ഓർ ഓറഞ്ച് ഫ്ലൂറസെൻസ് വിത്ത് UV ലൈറ്റ് ഒക്കെ ആണെങ്കിൽ പോർഫൈറിയ എന്ന് പറയുന്ന കണ്ടീഷനിലാണ് ഈ ഒരു കളറിൽ യൂറിൻ കാണുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓർഡർ. ഓർഡർ എന്ന് പറയുമ്പോൾ യൂറിന് സാധാരണ നോർമലി നമ്മളൊരു ഫ്രഷ്ലി വോയിഡ് ചെയ്തിട്ടുള്ള യൂറിൻ ഒരു ആരോമാറ്റിക് ഓർഡർ ആയിരിക്കും. അതിന് കാരണം യൂറിനകത്ത് വോളറ്റൈൽ ആയിട്ടുള്ള ഓർഗാനിക് ആസിഡ്സ് പ്രസന്റ് ആയത് കൊണ്ടാണ് യൂറിന് ആ ഒരു എന്താ ആരോമാറ്റിക് ഓർഡർ വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി യൂറിൻ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ, യൂറിൻ കുറച്ച് നേരം നമ്മൾ വെച്ച് കഴിയുന്ന സമയത്ത് എന്തുണ്ടാവും, ആ യൂറിന്റെ സ്മെല്ല് എന്ന് പറയുന്നത് ഒരു അരോമാറ്റിക് അല്ല അമോണിയാക്കൽ ഓർഡർ ആയിട്ട് മാറും. അമോണിയാക്കൽ ഓർഡർ ആയിട്ട് മാറാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂറിനകത്തുള്ള ബാക്ടീരിയാസ്, അത് കുറച്ചു നേരം വെച്ച് കഴിയുമ്പോൾ യൂറിനകത്ത് ബാക്ടീരിയാസിന്റെ നമ്പർ കൂടാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ ബാക്ടീരിയാസ് യൂറിയ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസസിനെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ അവിടെ അമോണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഫോം ചെയ്യും. ഈ അമോണിയയുടെ എമൗണ്ട് കൂടുമ്പോഴാണ് യൂറിന് എന്ത് വരുന്നത്, അമോണിയാക്കൽ ഓർഡർ ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ എന്താ, സാധാരണ ഒരു നോർമൽ യൂറിൻ ആണ് എന്നുണ്ടെങ്കിൽ ഫ്രഷ്ലി ബോയിൽഡ് യൂറിൻ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു അറോമാറ്റിക് ഓർഡർ മാത്രമായിരിക്കും ഉണ്ടാവുക. ഒരുപാട് നേരം സ്റ്റാൻഡ് ചെയ്യും, അതായത് പുറത്ത് നമ്മൾ യൂറിൻ എടുത്ത് കുറെ നേരം വെച്ചിരുന്നാൽ എന്തുണ്ടാവും, യൂറിനകത്ത് ബാക്ടീരിയയുടെ എമൗണ്ട് കൂടും. ആ ബാക്ടീരിയ എന്ത് ചെയ്യും, യൂറിയ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസസിനെ ഡീകമ്പോസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഡീകമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് അമോണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഈ അമോണിയയുടെ സ്മെല്ലാണ് പിന്നെ നമുക്ക് യൂറിനകത്ത് തോന്നുക. ഇനി അങ്ങനെ അല്ലാതെ വേറെ ഡിസീസ് കണ്ടീഷനോട് അസോസിയേറ്റ് ചെയ്തിട്ടും പല സ്മെല്ലിനകത്ത് യൂറിൻസ് കാണാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഫ്രൂട്ടി അല്ലെങ്കിൽ സ്വീറ്റ് ഓർഡർ ആയിട്ട് വരാം. അത് കീറ്റോ അസിഡോസിസ്, കീറ്റോൺ ബോഡീസിന്റെ എമൗണ്ട് യൂറിനകത്ത് കൂടുമ്പം ഫ്രൂട്ടി അല്ലെങ്കിൽ സ്വീറ്റ് ഓർഡർ വരാം. അതുപോലെ സ്റ്റാർവേഷൻ, നമ്മൾ ഒരുപാട് നേരം ഫുഡ് കഴിക്കാതൊക്കെ ഇരുന്നിട്ട് പിന്നെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്തും ഈ ഒരു ഫ്രൂട്ടി അല്ലെങ്കിൽ സ്വീറ്റ് ഓർഡർ വരാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൗസി അല്ലെങ്കിൽ മസ്റ്റി ഓർഡർ എന്ന് പറയും. ആ മൗസി അല്ലെങ്കിൽ മസ്റ്റി ഓർഡർ വരാനുള്ള കാരണം ഫിനൈൽ കീറ്റനൂറിയ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനാണ്. അതിനാണ് അങ്ങനെ ഒരു മൗസി അല്ലെങ്കിൽ മസ്റ്റി ഓർഡർ വരുന്നത്. നെക്സ്റ്റ് ഫിഷി ഓർഡർ വരാൻ കാരണം ഈ പ്രോട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു ഫിഷി സ്മെല്ല് വരുന്നത്. അമോണിയാക്കൽ സ്മെല്ല് നമ്മൾ ഒരു കണ്ടീഷൻ പറഞ്ഞത് ലോങ് സ്റ്റാൻഡിങ് വെച്ചിരുന്ന അതിനകത്ത് ബാക്ടീരിയാസ് യൂറിയനെ ഡീകമ്പോസ് ചെയ്തിട്ട് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അമോണിയാക്കൽ ഓർഡർ വരും. അതല്ലാത്തൊരു കണ്ടീഷനാണ് ഈക്കോളൈ എന്നിട്ടുള്ള ബാക്ടീരിയ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുകയാണെങ്കിൽ അമോണിയാക്കൽ സ്മെല്ല് യൂറിനകത്ത് വരും. ഇനി
ഫൗൾ സ്മെല്ലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ യൂറിനറി, അത് ഏത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനകത്താണെങ്കിലും യൂറിനൊരു ഫൗൾ സ്മെല്ല് വരും. ഇനി മാപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ ഒരു ബേൺഡ് ഷുഗറിന്റെ ഓർഡർ ആണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഡ്യൂ ടു മാപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസസ്. ആ കണ്ടീഷനിലാണ് യൂറിനൊരു മാപ്പിൾ സിറപ്പിന്റെ അല്ലെങ്കിൽ ബേൺഡ് ഷുഗറിന്റെ ഒരു ഓർഡർ നമുക്ക് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൊല്യൂഷന്റെ ഡെൻസിറ്റീനെ ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ ഡെൻസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുന്നതിനാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ രണ്ടിന്റെയും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കണം. അതായത് നമ്മൾ എടുക്കുന്ന സൊല്യൂഷന്റെ ടെമ്പറേച്ചറും ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ ടെമ്പറേച്ചറും സിമിലർ ആയിരിക്കണം. അങ്ങനെ ഒരു സിമിലർ ആയിട്ടുള്ള ടെമ്പറേച്ചറിനകത്ത് ഒരു സൊല്യൂഷന്റെ ഡെൻസിറ്റിനെയും അതുപോലെ ഒരു ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ ഡെൻസിറ്റിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ക്ലിയർ? ഒന്നുകൂടെ പറയാം. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു സിമിലർ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിനകത്ത് ഒരു സൊല്യൂഷന്റെ ഡെൻസിറ്റിനെ ഒരു ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ ഡെൻസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യണേനെയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോർമൽ ഒരു യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.0032 to 1.030 എന്നാണ്. ഇതാണ് ഒരു നോർമൽ റേഞ്ച് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ എന്ന് പറയുന്നത്. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ മെയിൻലി ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത് രണ്ട് കമ്പോണൻസുകളെയാണ്. ഒന്ന് യൂറിയ എന്ന് പറയുന്ന കമ്പോണന്റിനും രണ്ടാമത് പറയുന്നത് സോഡിയം എന്ന് പറയുന്ന കമ്പോണന്റിനും. ഈ രണ്ട് കമ്പോണൻസുകളുടെ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആണ് യൂറിനകത്തെ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ വേരിയേഷൻസുകൾ ഉണ്ടാക്കുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഒരു യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാം. 3 മെത്തേഡ്സുകളാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് യൂറിനോമീറ്റർ മെത്തേഡ്, രണ്ടാമത്തത് റിഫ്രാക്ടോമീറ്റർ മെത്തേഡ് ആൻഡ് റിയേജന്റ് സ്ട്രിപ്പ് മെത്തേഡ്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പം യൂറിനോമീറ്റർ മെത്തേഡ്. അപ്പൊ നിങ്ങൾ ഈ പിക്ചറിനകത്ത് കാണുന്ന ഈ ഒരു ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ യൂറിനോമീറ്റർ എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും താഴെ ഒരു മെർക്കുറി കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ പിക്ചറിനകത്ത് കാണാം ഒരു റെഡ് കളർ മെർക്കുറി കോട്ടഡ് ആയിരിക്കും. അതുപോലെ ഇവിടെ കുറച്ച് മാർക്കിങ്സ് ഉണ്ട് ഇതിന്. ഇവിടെ കുറച്ച് മാർക്കിങ്സ് ഉണ്ട്. അപ്പം ഇത് ബോയൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിൻസിപ്പിളിന്റെ ബേസിലാണിത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിലിണ്ടറിനകത്ത് ഒരു മെഷറിംഗ് സിലിണ്ടറിന്റെ ഒരു 3/4 ഭാഗത്തോളം യൂറിൻ എടുക്കുക. യൂറിൻ എടുത്തതിന് ശേഷം ഈ യൂറിനോമീറ്റർ റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ യൂറിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് അനുസരിച്ചിട്ട് ഈ യൂറിനോമീറ്റർ ഫ്രീലി ഫ്ലോട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അതിനത് ഫ്രീലി ഫ്ലോട്ട് ചെയ്ത് ഒരു കോൺസ്റ്റന്റ് വാല്യൂവിൽ അത് സ്റ്റെക്കായി നിൽക്കും. ആ സമയത്ത് ആ വാല്യൂ എത്രയാന്നുള്ളത്, അതായത് ഈ യൂറിന്റെ അപ്പർ കർവിനകത്തുള്ള വാല്യൂ എത്രയാന്നുള്ളത് റീഡ് ചെയ്യുക. അതായിരിക്കും ആ യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം. യൂറിനോമീറ്റർ എന്ന് പറയുന്നത് ബോയൻസി എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ താഴ്ഭാഗം എന്ന് പറയുന്നത് മെർക്കുറി കോട്ടഡ് ആയിരിക്കും. അതിന്റെ സ്റ്റെമ്മില് കുറച്ച് മാർക്കിങ്സുകൾ ഉണ്ട്. ഒരു മെഷറിംഗ് സിലിണ്ടറിനെ 3/4 ഭാഗത്തോളം യൂറിൻ എടുക്കുക. യൂറിൻ എടുത്തതിന് ശേഷം ഈ യൂറിനോമീറ്റർ അതിനകത്തോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. റൊട്ടേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോൾ അത് ഫ്രീലി ഫ്ലോട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഫ്ലോട്ട് ചെയ്തത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പോയിന്റിനകത്ത് വന്ന് നിൽക്കും. ആ പോയിന്റ് എത്രയാന്നുള്ളത് റീഡ് ചെയ്യുക. അതായിരിക്കും ആ യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നോർമൽ ആയിട്ടുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ എന്ന് പറയുന്നത് 1.0032 to 1.030 ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി വേറെ മെത്തേഡ്സുകൾ എന്ന് പറയുന്നത് ഒന്ന് ക്ലോറോഫോം ബെൻസിൻ മെത്തേഡ്സ് യൂസ് ചെയ്യാം, റിഫ്രാക്ടോമീറ്റർ മെത്തേഡ്സ് യൂസ് ചെയ്യാം, മൾട്ടിസ്റ്റിക് മെത്തേഡ്സുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതിൽ സെക്കൻഡ് മെത്തേഡാണ് റിഫ്രാക്ടോമീറ്റർ മെത്തേഡ്. റിഫ്രാക്ടോമീറ്റർ അപ്പൊ റിഫ്രാക്റ്റൻസിന്, അതായത് ലൈറ്റിന്റെ റിഫ്ലക്റ്റൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് റിഫ്രാക്ടോമീറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോ ഈ പിക്ചറിനകത്ത് കാണിച്ചേക്കുന്നത് പോലെ
ഇതിന് രണ്ട് എൻഡിങ്സ് ആണുള്ളത്. ഒരു എൻഡിങ്സ് എന്ന് പറയുന്നത് സാമ്പിൾ പ്ലേസ് ചെയ്യാനുള്ള എൻഡിങ്സും, രണ്ടാമത്തേന്ന് പറയുന്നത് നമുക്ക് മെഷർമെന്റ് എടുക്കാനുള്ള എൻഡിങ്ങും ആണ്. അപ്പൊ ഈ സാമ്പിള് എൻ്റർ ചെയ്യാനുള്ള സ്ഥലത്ത് നമ്മൾ ഒരു ഡ്രോപ്പ് യൂറിൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ ഈ ഡോറിങ്, ഈ ഒരു ക്യാപ്പ് അങ്ങ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിയുമ്പം എന്തുണ്ടാവും, ഇതിനകത്തൊരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. ആ ലൈറ്റ് സോഴ്സിനകത്തോട്ടുള്ള ലൈറ്റുകൾ വന്നിട്ട് ഈ യൂറിനകത്ത് വന്ന് തട്ടും. തട്ടിയിട്ട് അവിടെ നിന്ന് ആ ലൈറ്റുകൾ റിഫ്ലക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. റിഫ്ലക്ട് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ റിഫ്ലക്ട് ചെയ്യും. ആ റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ്സുകളെ കളക്ട് ചെയ്ത് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു വാല്യൂ, ഡിജിറ്റൽ വാല്യൂ ആക്കിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേക്കകത്ത് കാണിച്ചു തരും. ഇതാണ് റിഫ്രാക്ടോമീറ്റർ എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു തരാം. ഇവിടെ സാമ്പിൾ ആഡിങ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ മെഷർമെന്റ് എടുക്കുന്ന ഒരു എൻഡിങ്സും ഉണ്ട്. ഈ സാമ്പിൾ ആഡിങ് ഏരിയയിൽ ഒരു ഡ്രോപ്പ് സാമ്പിൾ, ഈ പിക്ചറിനകത്ത് കാണുന്നത് പോലെ ഒരു ഡ്രോപ്പ് യൂറിൻ സാമ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആ ക്യാപ്പ് അങ്ങ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തൊരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. ആ ലൈറ്റ് സോഴ്സസിൽ നിന്ന് ലൈറ്റ് റേസുകൾ വന്ന് ഈ യൂറിൻ ഡ്രോപ്സിനകത്ത് വന്ന് തട്ടാൻ തുടങ്ങും. അങ്ങനെ യൂറിൻ ഡ്രോപ്സിനകത്ത് വന്ന് തട്ടുന്ന ലൈറ്റ് റേസുകൾ റിഫ്ലക്ട് ചെയ്യും. ആ റിഫ്ലക്ട് ചെയ്യുന്ന എല്ലാ ലൈറ്റ് റേസുകളെയും കൂടിയിട്ട് ഗ്യാദർ ചെയ്ത് ഒരു ഡിജിറ്റൽ വാല്യൂ ആക്കിയിട്ട് നമുക്കിത് ഡിസ്പ്ലേ ചെയ്ത് തരും. ആ വാല്യൂ ആയിരിക്കും ആ യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് എന്ന് പറയുന്നത് റിയേജൻ സ്ട്രിപ്പ് മെത്തേഡ് ആണ്. റിയേജൻ സ്ട്രിപ്പ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിപ്പിനകത്ത് ഒരു ഇൻഡിക്കേറ്റർ കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻഡിക്കേറ്റർ കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനൊരു കളർ ചാർട്ടും കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യും, നമ്മൾ യൂറിനകത്ത് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഈ യൂറിനും അതിന്റെ ഇൻഡിക്കേറ്ററും കൂടെ റിയാക്ട് ചെയ്തിട്ട് കളർ ഫോം ചെയ്യും. ആ കളർ ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഏത് കളറായിട്ടാണോ മാച്ച് ആകുന്നത് ആ കളർ ആയിരിക്കും ആ യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കളർ. ഇതൊരു ഈസി ആൻഡ് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു, ഈസി ടു പെർഫോം ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പക്ഷെ ഇതൊരിക്കലും ഒരു ആക്യുറേറ്റ് മെത്തേഡ് അല്ല. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റി എപ്പോഴൊക്കെയാണ് വരുന്നത്, അതായത് യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻസ് ആണ് ഡയബറ്റിക് മെലൈറ്റസ്, നെഫ്രോട്ടിക് സിൻഡ്രോം, ഫീവർ, ഡീഹൈഡ്രേഷൻ. ഈ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് യൂറിൻ കുറച്ചും കൂടെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലായിട്ട് കാണിക്കും. ഇനി ലോ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത് ഡയബറ്റിക് ഇൻസിപ്പിഡസിനകത്തും ക്രോണിക് റീനൽ ഫെയിലിയറിനകത്തായിരിക്കും ലോ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത്. ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റി കാണിക്കുന്നത് ഡയബറ്റിക് മെലൈറ്റസിനകത്തും നെഫ്രോട്ടിക് സിൻഡ്രോമിനകത്തും ഫീവർ ആൻഡ് ഡീഹൈഡ്രേഷൻ. ആൻഡ് ലോ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത് ഡയബറ്റിക് ഇൻസിപ്പിഡസിലും ക്രോണിക് റീനൽ ഫെയിലിയറിലും ഒക്കെ ആയിരിക്കും എന്ത് വരിക, ലോ ആയിട്ടുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി കാണിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂറിന്റെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. രണ്ടാമത്തത് വോളിയം, നോർമൽ വോളിയം എന്ന് പറയുന്നത് 600 to 2000 ml ആണ്. പോളിയൂറിയ, ഒലിഗ്യൂറിയ, അനൂറിയ എന്ന് പറയുന്നത് വോളിയത്തിൽ വരുന്ന ഡിഫറൻസസിൽ വരുന്ന 3 ടേംസുകളാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കളറ്. നോർമൽ കളർ എന്ന് പറയുന്നത് ലൈറ്റ് യെല്ലോ കളറാണ്. ഇനി അതിന്റെ കളർ ചേഞ്ചസ് വരുന്നത് റിലേറ്റഡ് ടു ഏതെങ്കിലും ഡിസീസസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും കാണുന്നത്. മൂന്നാമത്തെ ഇനി പറയുന്നത് ഓർഡർ. നോർമൽ ആയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത് അരോമാറ്റിക് ഓർഡർ ആയിരിക്കും. പിന്നെ അത് ഓരോ ഡിസീസ് കണ്ടീഷനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് യൂറിന്റെ ഓർഡറിനകത്ത് വ്യത്യാസങ്ങൾ വരാം. നെക്സ്റ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ നോർമലി 1.003 to 1.030 ആണ്. ഇനി അതിൽ യൂറിയയുടെയും സോഡിയത്തിന്റെയും അളവ് വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റിയിലും വ്യത്യാസങ്ങൾ വരാം. സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാനുള്ള 3 മെത്തേഡ്സ് ആണ്: യൂറിനോമീറ്റർ, റിഫ്രാക്ടോമീറ്റർ ആൻഡ് റിയേജൻ സ്ട്രിപ്പ് മെത്തേഡ്. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.